ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് വൈറലായിട്ടുള്ള മത്തി ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാന് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവേ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കാം. വാളംപുളി വെള്ളമാണേ. ഇനി നമുക്ക് നമ്മുടെ മത്തി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ നമ്മുടെ മത്തിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ മത്തിയൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ച് ഇതിനെ തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കാം. അപ്പം നമ്മുടെ മത്തി ഫ്രൈൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ചേമ്പ് പുഴുങ്ങിയതും നല്ല വെന്ത ചേമ്പ്, നമ്മൾ മത്തിക്കറി വെച്ച അതിൻ്റെ മത്തീൻ്റെ ചാറും ചൂട് ചായയുണ്ട്. അപ്പം നമ്മളിതാ ചേമ്പൊക്കെ ഉടച്ച് മത്തിച്ചാറി കുഴച്ച് ഈ സ്പെഷ്യൽ മത്തി ഫ്രൈ കഴിച്ചു നോക്ക്. അങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ചേമ്പ് അടിപൊളി കേട്ടോ. ഞാൻ വെച്ചോട്ടെ. മത്തി നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ വറുക്കുന്നതിനാലും അടിപൊളി.